അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഉണ്ണി യേശു എന്നുള്ളത് ഉണ്ണി അവറാൻ, ഉണ്ണിൻകുട്ടി, ഉണ്ണി മൊയ്തീൻ എന്ന പേരുകളിലൊക്കെ ഉള്ള ഉണ്ണിയെ പോലെ തന്നെയാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഉണ്ണി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പുത്രൻ, കുട്ടി എന്നുള്ള അർത്ഥമാണ്. എങ്ങനെയാണ് അത് ലം യലിദ് വലം യൂലദ് എന്നുള്ള ഖുർആൻ ആയത്തിനോട് എതിരാവുന്നത്? അള്ളാഹുവിന് ഉമ്മയോ ബാപ്പയോ ഇല്ല, അള്ളാഹുവിന് മക്കളുമില്ല എന്നുള്ളതാണ്. ഇതിനോട് എതിരായി വരുന്നത് എങ്ങനെയാണെന്നാൽ, ക്രിസ്തീയ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു എന്നുള്ളത് ദൈവപുത്രനാണ്. അവരുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, അവരുടെ വിശ്വാസത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അപ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനായിരിക്കെ ഈ ഉണ്ണി എന്ന പ്രയോഗം അത് ദൈവപുത്രൻ, പുത്രൻ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി വരുമ്പോൾ, ക്രിസ്തീയ വിശ്വാസപ്രകാരം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ദൈവപുത്ര ബർത്ത്ഡേയാണ് അന്നത്തെ ദിവസം അത് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ലം യലിദ് വലം യൂലദ് എന്നുള്ളതിനോട് അത് എതിരാകുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാ മതക്കാരോടും മതസൗഹാർദ്ദം വേണ്ടത് തന്നെയാണ്. നമ്മുടെ മതത്തിൻ്റെ പരിധിയിൽ വെച്ച് അവരുടെ മതത്തെ കീപ്പ് ചെയ്ത് ബഹുമാനിച്ച് ആദരവോട് കൂടെ മാത്രമേ നമ്മൾ മറ്റു മതത്തിനോട് സൗഹാർദ്ദത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ മതത്തിന്, നമ്മുടെ ഇസ്ലാം മതത്തിന് എതിരാവുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ലം യലിദ് വലം യൂലദ് എന്നുള്ള ഈ ഖുർആൻ ആയത്തിനോട് എതിരായി വന്നാൽ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി വന്നാൽ അത് ശിർക്കാവാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മൾ പൊതുജനത്തോട് പറയുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പറയുക. ജനങ്ങൾ ഇത്തരം ആഘോഷത്തിൽ പങ്കെടുക്കാനും ഇത്തരം പ്രവർത്തികൾ ചെയ്യാനും ഇതൊക്കെ ഒരു പ്രചോദനമായി മാറുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അറിവുകൾ നാഫി ആക്കി നൽകുമാറാവട്ടെ, ഉപകാരപ്രദമായ അറിവാക്കി നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.